ഈ പൊതുജനങ്ങൾക്ക് നടക്കുന്ന പാതകളിൽ ഈ തടി കൊണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്കൂൾ ബസ് വരാനോ തടി കിടക്കുന്നത് കൊണ്ട് സ്കൂൾ വണ്ടിക്കാർക്ക് കുട്ടികൾ അവരവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏത് പാർട്ടിയാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് ആ പാർട്ടിക്കാരുടെ ഒത്തൊരുമയിൽ നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് വണ്ടികൾ കൊടുക്കുന്നു. നാട്ടുകാരെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് വേണ്ട. ഇത് നീർച്ചാലിലാണ് കിടക്കുന്നത്. ജനങ്ങളുടെ വഴി തടഞ്ഞുകൊണ്ട ഒരു വ്യക്തിയുടെ ലാഭക്കച്ചവടം. തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റിൽ വാമനപുരം പഞ്ചായത്ത് റോഡിന് ഇരുവശവും മരത്തടികൾ കൂട്ടിയിട്ട് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സ്വകാര്യ ലാഭത്തിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മറിച്ചു കൊണ്ടുവരുന്ന വൻ മരത്തടികളാണ് റോഡ് കയ്യേറി ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നത്. ഈ പൊതുജനങ്ങൾക്ക് നടക്കുന്ന പാതകളിൽ ഈ തടി കൊണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സ്കൂൾ ബസ് വരാനോ മറ്റുള്ള യാത്രക്കാർക്ക് പോകാനോ. ഇത് ഇവിടെ നിന്ന് മുറിച്ചതല്ല, പുള്ളി ബിസിനസിന് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നതാണ്. പുള്ളി ഇവിടെ അടുത്ത് താമസിക്കുന്നത് തന്നെയാണ്. ശിവശങ്കര മകൻ ഗോകുമാർ സന്തോഷ് ഭവൻകാരൻ എന്ന വ്യക്തിയാണ് ഈ ബിസിനസ് ഇവിടെ നടത്തുന്നത്. വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും തടികൾ നിറഞ്ഞതോടെ കാൽനട യാത്ര പോലും ഇവിടെ ദുഷ്കരമായിരിക്കുകയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് ഇവിടെയുള്ള വിദ്യാർത്ഥികളാണ്. റോഡിൽ തടികൾ നിരന്നതോടെ സ്കൂൾ ബസ്സുകൾക്ക് ഈ വഴി വരാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. കൊച്ചുകുട്ടികളെയും കൊണ്ട് കിലോമീറ്ററുകളോളം നടന്നാണ് രക്ഷിതാക്കൾ ഇപ്പോൾ മെയിൻ റോഡിലെ ബസ് സ്റ്റോപ്പുകളിൽ എത്തുന്നത്. സ്കൂൾ വണ്ടി പോകുന്ന ഒരു റോഡായിരുന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു തടി കിടക്കുന്നത് കൊണ്ട് സ്കൂൾ വണ്ടിക്കാർക്ക് കുട്ടികൾ അവരവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പൊ കുട്ടികളെയൊക്കെ ഇപ്പൊ രാവിലെ അച്ഛനും അമ്മമാരും ഒക്കെ ജോലിക്ക് പോകുന്നവരും ആൾക്കാരൊക്കെയാണ്. അപ്പൊ രാവിലെ കുട്ടികളെ 8-8:30 മണി ടൈമിനൊക്കെ സ്കൂൾ വണ്ടിയിൽ കൊണ്ട് കയറ്റി വിട്ടിട്ട് വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് അവർക്ക് സുരക്ഷിതമായിട്ട് പോവാം. അപ്പൊ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ നമുക്ക് ആരുടെ വീട്ടിലോ റോഡ് സൈഡിലോ ഒന്നും കൊണ്ടാക്കിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ കുട്ടികളെ രക്ഷകർത്താക്കള് കൊണ്ടുവന്ന് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി വരുന്നത് വരെ കാത്തുനിന്ന്, അതെ, മഴയത്താണെങ്കിലും ഒരു ബുദ്ധിമുട്ടാണത്. വരുന്ന വഴിയിലായിരിക്കും ഈ ഒരു റോഡിന്റെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ടൺ കണക്കിന് ഈ തടി കൊണ്ട് ഇട്ടിരിക്കുന്ന കാരണം രണ്ട് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്ഥലം ഇവിടെ ചുരുക്കമാണ്. ഈ കുഞ്ഞു കുട്ടികളാണ് ഇതുവഴി സ്കൂളിൽ പോകുന്നത്. എന്റെ കൊച്ചുമോളെ ഞാൻ ഇതില് ഇതുകൊണ്ടില്ല, അതാണ് എന്റെ വീട്. ആ വെള്ളം അടിച്ചേക്കുന്നത്. അതിപ്പോ നേരത്തെ ബസ് വന്നുകൊണ്ടിരുന്ന ഇപ്പൊ വരുന്നില്ല. അവിടെ ഈ റോഡ് ചെന്ന് കാരണം കല്ല റോഡിലാണ് കയറുന്നത്. അപ്പൊ അവിടെ നിന്ന് ഒരു ഇറക്കമാണ്, ഏകദേശം നല്ലൊരു ഇറക്കമുള്ള സ്ഥലമാണ്. ഒരു വാഹനം അവിടെ കുട്ടികളുടെ ഇടയ്ക്ക് ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഇവിടെ വന്ന് വളച്ചു പോകത്തില്ല. കുട്ടികളെ രക്ഷകർത്താക്കൾ കൊണ്ടുവന്ന് ഒന്നി ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ MC റോഡിലെ ഭാഗങ്ങളിൽ കൊണ്ട് വിട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അസുഖബാധിതരായ വയോധികർക്ക് ഒരു ആംബുലൻസ് സൗകര്യം പോലും ലഭിക്കാത്ത വിധം വഴി അടഞ്ഞിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പബ്ലിക് വഴിയിൽ ബിസിനസ് ഇത് കൊണ്ടിട്ട് ബിസിനസ് ചെയ്യണ്ട നമുക്ക് അഭിപ്രായമൊന്നുമില്ല. അതെ, നാട്ടുകാരെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് വേണ്ട. ഇത് നീർച്ചാലിലാണ് കിടക്കുന്നത്. നീർച്ചാലിൽ തടി കൊണ്ടിട്ടൂടാ. അതാണ് പറഞ്ഞത്. പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും പരാതികൾ നിരവധി നൽകി കഴിഞ്ഞു. ഓരോ തവണ ചോദിക്കുമ്പോഴും ഇന്ന് മാറ്റാം, നാളെ മാറ്റാം എന്ന സ്ഥിരം പല്ലവി പറഞ്ഞ് ഈ വ്യക്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മാസ് പെറ്റീഷനായിട്ട് സർക്കിളിന് കൊടുത്തിരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയും കൊടുത്തിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന് അവിടെ വിളിച്ചു. 2 ദിവസത്തിനുള്ളിൽ പഞ്ചായത്തിൽ വിളിച്ചു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അവിടെ 21-ാം തീയതി വിളിച്ചിട്ട് പോയി 2 ദിവസത്തിനുള്ളിൽ ഈ തടി ഞാൻ ഇവിടെ നിന്ന് മാറ്റിക്കൊള്ളാം സാറേ, ഞാൻ സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ്, ഞങ്ങൾ മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇന്ന് 25-ാം തീയതി വന്നിട്ട് പോലും ഈ പുള്ളിക്കാരെ തടി മാറ്റാനോ ഇന്നലെ കാണത്തില്ലായിരിക്കും. ഇന്നലെ രാത്രി ഇതിന്റെ ഈ തടി ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടിറങ്ങി വെച്ചതാണ്. ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനത്തിനു മുന്നിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മുട്ടുമടക്കുകയാണെന്നാണ് പ്രദേശവാസികൾ പരാതി പറയുന്നത്. രാഷ്ട്രീയത്തില് കോൺഗ്രസിലൊക്കെ ഒത്തിരി പിടിപാടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിക്ക് ആ കോൺഗ്രസുമായിട്ടൊക്കെ പണത്തിന് മീതെ പരുന്നും പറക്കില്ല എന്നുള്ള പറഞ്ഞ മാതിരി രാഷ്ട്രീയമാണല്ലോ എന്തിനും ഒരു നമുക്ക് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കും അപ്പുറം രാഷ്ട്രീയമാണല്ലോ എന്തിനും വലുത്. ഏത് പാർട്ടിയാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് ആ പാർട്ടിക്കാരുടെ ഒത്തൊരുമയിൽ നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് വണ്ടികൾ കൊടുക്കുന്നു, വണ്ടികളിൽ ആൾക്കാരെ വോട്ടിടാനായിട്ട് എത്തിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ഒരു പ്രവണതയാണ്. പിന്നെ ഏതെങ്കിലും വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി അവിടെ നുഴഞ്ഞു കയറി ചെന്നിട്ട് ഒരു വലിയ ആളായിട്ട് ഭയങ്കര ഇത് കാര്യം കാണിച്ചു. പക്ഷെ അവരൊന്നും അതിനേക്കാൾ ഏറെ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇവിടെ. അത് തന്നെയാണ് അദ്ദേഹം വളരെ വളരെ അങ്ങനെ ഭയങ്കര ഒരു അത്രയ്ക്കും ഒരു കൂർമ്മ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഈ നിയമലംഘനം ഇനിയും തുടരാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ കാരേറ്റിലുള്ളവർ. അടിയന്തരമായി ഈ മരത്തടികൾ നീക്കം ചെയ്തില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. വിസ്മയ ന്യൂസ്, കാരേറ്റ്.